ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോ പറയാൻ പോകുന്നത് AI ചാറ്റ് ബോട്ട്സ് ഇൻ കസ്റ്റമർ സർവീസ്. സോ നമുക്കറിയാം, ഇന്ന് നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റിൽ എന്തെങ്കിലും ഒരു എൻക്വയറി ഇടുകയാണെങ്കിൽ ഒരു AI ചാറ്റ് ബോട്ടുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെയിലി നടക്കുന്ന ഒരു കാര്യമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു എന്ത് ബുക്ക് ചെയ്യാനാണല്ലോ അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങാൻ എന്ത് കാര്യമാണെങ്കിലും നമ്മളൊരു ചാറ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് സപ്പോർട്ട് എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഷുവറായിട്ടും ഫസ്റ്റ് സെറ്റ് ഓഫ് സം ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്തിരുന്നത് എപ്പോഴും AI ആയിരിക്കും. സോ അങ്ങനെ ഒരു കാര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾ ഈ ചാറ്റ് ബോട്ട്സ് യൂസ് ചെയ്യുമ്പോൾ അത് മോർ എഫിഷ്യൻ്റ് ആയിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്, അതോ നിങ്ങൾക്ക് എഫിഷ്യൻസി കുറവായിട്ടാണോ തോന്നുന്നത്? നമുക്ക് തന്നെ കുറച്ച് കാര്യങ്ങളിലോട്ടൊന്ന് നോക്കാം. സോ എന്താണ് ഈ AI ചാറ്റ് ബോട്ട്സ്? AI ചാറ്റ് ബോട്ട്സ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് തന്നെ ഉണ്ട്. ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സംഭവങ്ങൾ മാത്രമാണ് AI ചാറ്റ് ബോട്ട്സ്. സോ ഒരു കസ്റ്റമർ വന്നിട്ട് ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഷുവറായിട്ട് AIക്ക് അവിടെ ഉത്തരം നൽകാൻ പറ്റും. ബട്ട് അവിടെ ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ AI എന്ത് ചെയ്യും? മെയിൻ സ്ട്രീം നിൽക്കുന്ന പല കമ്പനികളും യൂസ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ഇവർ AI ചാറ്റ് ബോട്ട്സിൻ്റെ കൂടെ തന്നെ ഒരു ഏജൻസിനെ ഹയർ ചെയ്യും. ഈ ഏജൻസിനെ പുറകെ വെച്ചുകൊണ്ടായിരിക്കും ഫ്രണ്ടിൽ ഈ AI ചാറ്റ് ബോട്ട്സ് ആയിരിക്കും ചാറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യുന്ന എപ്പോഴും AI ചാറ്റ് ബോട്ട്സ് ആയിരിക്കും. AI ചാറ്റ് ബോട്ട്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ഒരു ഇമോഷൻ, ഇപ്പോൾ കസ്റ്റമറിൻ്റെ ഇമോഷൻ മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ കസ്റ്റമർ ചോദിക്കുന്ന ചോദ്യം കോംപ്ലക്സ് ആണ്, ആ സാധനം ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഓപ്ഷൻ ഉടനെ ഏജൻറ്റിന് കൈമാറും. പിന്നെ ഏജൻ്റ് ആയിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നത്, ഒരു ഹ്യൂമൻ ആയിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AIക്ക് മാത്രമായിട്ട് ഈ കസ്റ്റമർ സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏജൻറ്റിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ AIക്ക് ഒറ്റയ്ക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ. ഷുവറായിട്ടും ആസ് ഓഫ് നൗ അത് പോസിബിൾ അല്ല. ബിക്കോസ് ഒരു കസ്റ്റമറിൻ്റെ ഇമോഷൻ മനസ്സിലാക്കാൻ AIക്ക് പറ്റിയെന്ന് വരില്ല. അല്ലെങ്കിൽ ജസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യം എന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു, ഇല്ലെങ്കിൽ അവർ ഷോർട്ട് ഫോംസ് യൂസ് ചെയ്ത് എന്തെങ്കിലും പറയുന്നു, ആ ഷോർട്ട് ഫോംസ് അല്ലെങ്കിൽ ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടിട്ട് AIക്ക് പെട്ടെന്ന് അത് മനസ്സിലാവണമെന്നില്ല. കാരണം AI നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയല്ല. ആസ് എ ഹ്യൂമൻ നമ്മൾ വായിക്കുമ്പോൾ ഓക്കെ ആ കസ്റ്റമർ ഇതാണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവും. ബട്ട് അവർക്കത് മനസ്സിലാവില്ല. ഇതുകൊണ്ടാണ് ആപ്പിൾ, ആമസോൺ എന്നീ വലിയ കമ്പനികൾ അവരുടെ ചാറ്റ് ബോട്ട്സിൻ്റെ AI ചാറ്റ് ബോട്ട്സിൻ്റെ കൂടെ തന്നെ ഹ്യൂമൻ ഏജൻസിനെ ഹയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ദാറ്റ് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സിമ്പിൾ കാര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളാണെങ്കിലും ഹ്യൂമൻസിന് ഡീൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് മാത്രമാണ് അവരിപ്പോഴും ഹ്യൂമൻ ഏജൻസിനെ ഹയർ ചെയ്യുന്നതും അവരെ ഇതിൻ്റെ പുറകിൽ ഇരുത്തിയിരിക്കുന്നത്. പിന്നെ AI ചാറ്റ് ബോട്ട്സ് കൊണ്ടുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം എഫക്റ്റീവാണ്. ലൈക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് അത് ചോദിച്ച് നമ്മളൊരു ഹ്യൂമൻ ടൈപ്പ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമനിലോട്ട് എത്തുന്ന ഒരു ടൈമുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് സെറ്റ് ഓഫ് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ആമസോണിൽ തന്നെ എടുക്കാം. ഇപ്പോൾ ആമസോണിൽ എടുത്തു കഴിഞ്ഞാൽ ആദ്യം അവർ ചോദിക്കും ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്നുള്ള സാധനം ചോദിക്കും. അത് കഴിഞ്ഞ് കുറച്ച് ഓപ്ഷൻസ് അവർ തരും. ഈ ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള അടുത്ത സാധനം വരും. ഈ ഐറ്റം ആണോ നിങ്ങൾ ഓർഡർ ചെയ്തത് അതോ വേറെ വല്ലതും ആണ്? നമ്മൾ ആ ഓർഡർ ക്ലിക്ക് ചെയ്യുന്നു. ഇതല്ലാന്നുണ്ടെങ്കിൽ നോ ദിസ് ഈസ് നോട്ട് ദ വൺ എന്ന് പറയുമ്പോൾ അടുത്ത സാധനം വരുന്നു. ഇതിൽ ഏതാണെന്ന് സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് വരുന്നു. ഇത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ഇതിനെന്താണ് പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും. ഇതെല്ലാം ഒരു ഹ്യൂമൻ ചെയ്യുവാണെങ്കിൽ അത്രയും ടൈം പോകും. സോ ഇത് ഹ്യൂമനിലോട്ട് എത്തുന്നില്ല. ആദ്യം തന്നെ AI ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനമായിരിക്കും ലൈക്ക് എന്താണ് ഇപ്പം ഒരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണെങ്കിൽ ലാസ്റ്റ് മാത്രം പറഞ്ഞാൽ മതി. അപ്പം മാത്രമേ ഹ്യൂമനിലോട്ട് പോകുന്നുള്ളൂ. അല്ലെങ്കിൽ AIക്ക് തന്നെ സോൾവ് ചെയ്യാന്നുണ്ടെങ്കിൽ അത്രയും സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് AI സോൾവ് ചെയ്ത് അവിടെ AI തന്നെ എന്താണോ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് AI തന്നെ ചെയ്തു കൊടുക്കുകയാണ്. അത് ഹ്യൂമനിലോട്ട് എത്തേണ്ട ആവശ്യം പോലും വരുന്നില്ല. കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ മാത്രം ഹ്യൂമനിലോട്ട് എത്തിയാൽ മതി. സോ അവിടെ അത്രയും കാര്യങ്ങൾ നടന്നു പോകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ടൈം എഫിഷ്യൻസിയാണ്. കാരണം AI അത് കംപ്ലീറ്റ് ചെയ്തു. ഹ്യൂമൻ അപ്പം വേറൊരു കോംപ്ലിക്കേറ്റഡ് ടാസ്ക് അവിടെ ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ട് AI ഇൻ്റഗ്രേറ്റ് ചെയ്ത് അത്രയും ഗുണമാണ്. ബട്ട് AIയിലോട്ട് മാത്രം മതിയോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. AI മാത്രം കൊണ്ട് നമുക്കൊരു കസ്റ്റമർ സപ്പോർട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? കാരണം അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം ഇമോഷൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് കസ്റ്റമർ സപ്പോർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. സോ വാട്ട്സ് യുവർ തോട്ട് ഓൺ ഇറ്റ്? നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? AIക്ക് കംപ്ലീറ്റ്ലി കസ്റ്റമർ സപ്പോർട്ട് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുമോ, അതോ എന്നും AIക്ക് ഒരു സപ്പോർട്ടായിട്ട് ഹ്യൂമൻ്റെ ആവശ്യം കാണും? ഡു കമൻറ്റ് യുവർ തോട്ട്സ് ബിലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ്സ് കാണാനായി ആ ബെല്ലൈക്കൺ കൂടെ